അഖ്ലാഖുൻ മുത്തഹറ, പരിശുദ്ധമായ സ്വഭാവങ്ങൾ. അലി റളിയല്ലാഹു അൻഹു എഴുതിയൊരു കവിതയാണിത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇന്നൽ മക്കാരിമ അഖ്ലാഖുൻ മുത്തഹറത്തുൻ. അൽ മക്കാരിം, സൽഗുണങ്ങൾ എന്നത് അഖ്ലാഖുൻ മുത്തഹറത്തുൻ, പരിശുദ്ധമായ സ്വഭാവങ്ങളാണ്. ഫൽ അഖ്ലു അവ്വലുഹ. ഇനി ഏതൊക്കെയാണ് പരിശുദ്ധമായ സ്വഭാവങ്ങൾ എന്നാണ് പറയുന്നത്. ഫൽ അഖ്ലു അവ്വലുഹ, ബുദ്ധിയാണ് അതിലൊന്നാമത്തേത്. വദ്ദീനു സാനിഹ, രണ്ടാമത്തേത് മതവിശ്വാസമാണ്. വൽ ഇൽമു സാലിസുഹ, മൂന്നാമത്തേത് അറിവാണ്. വൽ ഹിൽമു റാബിഉഹ, നാലാമത്തേത് വിവേകമാണ്, ഹിൽമ്. വൽ ജൂദു ഖാമിസുഹ, അഞ്ചാമത്തേത് ഔദാര്യം. വൽ ഉർഫു സാദിസുഹ, ആറാമത്തേത് മര്യാദ. വൽ ബിർറു സാബിഉഹ, ഏഴാമത്തേത് നന്മ. വസ്സബ്റു സാമിനുഹ, എട്ടാമത്തേത് ക്ഷമ. വശുക്രു താസിഉഹ, ഒമ്പതാമത്തേത് ശുക്ർ, നന്ദി. വല്ലീനു ആശിറുഹ, പത്താമത്തേത് ലീന്, ലാളിത്യം. ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ആണ് ഏറ്റവും നല്ല ഗുണങ്ങൾ. പിന്നെ പറയുകയാണ് വന്നഫ്സു തഅലമു അന്നീ ലാ ഉസദ്ദിഖുഹ, മനസ്സിനറിയാം, എൻ്റെ മനസ്സിനറിയാം ഞാൻ മനസ്സിനെ വിശ്വസിക്കുകയില്ല എന്ന്. അതായത് നമ്മുടെ മനസ്സിൽ മോശമായ പല ചിന്തകളും ഉണ്ടാകാം, അതിനെയൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല, ആ മോശമായ ചിന്തകൾക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് എൻ്റെ മനസ്സിനറിയാം. മോശമായ ചിന്തകൾക്ക് കൂട്ടുനിന്നാൽ ഞാൻ മോശമായി തീരും. വലസ്തു അർഷുദു, ഞാൻ നേർവഴിയിലാവുകയില്ല. ഇല്ലാ ഹൈന അസീഹ, മനസ്സിനെ ഞാൻ ധിക്കരിക്കുമ്പോഴല്ലാതെ. മനസ്സ് എന്നോട് പലതും ചെയ്യാൻ ആവശ്യപ്പെടും, പല തെറ്റുകളും ചെയ്യാൻ മനസ്സ് എന്നോട് പറയും. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് മനസ്സിൻ്റെ ആവശ്യങ്ങളെയൊക്കെ ധിക്കരിച്ച് നന്മയിലേക്ക് മാത്രം ഞാൻ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഞാൻ നേർവഴിയിലാകുന്നുള്ളൂ. മനസ്സ് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ചെയ്താൽ ഞാൻ തിന്മയിൽ അകപ്പെട്ടു പോകും. വൽ ഐനു തഅലമു ഫീ ഐനൈ മുഹദ്ദിസിഹ, നമ്മോട് സംസാരിക്കുന്നവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ അവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൻ കാന മിൻ ഹിസ്ബിഹ ഔ മിൻ അആദിഹ, അയാൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണോ അല്ലെങ്കിൽ ശത്രുക്കളിൽപ്പെട്ടയാളാണോ എന്നത് ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കവിത. ഇനി നുബദത്തുൻ അനി ഷാഇർ, കവിയെക്കുറിച്ച്, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അൽ ഇമാമു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹുവ അഹദുൽ ഖുലഫാഇർ റാഷിദീൻ, അദ്ദേഹം 4 ഖുലഫാ റാഷിദുകളിൽപ്പെട്ട 4 പേരിൽ ഒരാളാണ്. ഉലിദ ബി മക്കത്തൽ മുക്കറമ, മക്കയിൽ അദ്ദേഹം ജനിച്ചു, പരിശുദ്ധ മക്കയിൽ. എപ്പോൾ? ഫി സലാസത റജബ് 13-ന്. സലാസത്തിൻ വ ഇശ്രീന ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് 23 വർഷം മുമ്പ്. ഈ ഹിജ്റക്ക് 23 വർഷം മുമ്പ് റജബ് 13-നാണ് അദ്ദേഹം ജനിച്ചത്. കാന വാലിദുഹു അബൂ താലിബിന് അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബൂ താലിബാണ് അദ്ദേഹത്തിന്റെ പിതാവ്. വ വാലിദത്തുഹു ഫാത്തിമത്തു ബിന്ത് അസദ്, അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബിന്ത് അസദാണ്. തസവ്വജ ഫാത്തിമത സഹറ ബിന്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമയെ അദ്ദേഹം വിവാഹം ചെയ്തു. കാന അലിയുൻ മഷ്ഹൂറൻ, അലി പ്രശസ്തനായിരുന്നു. ബിൽ ഫസാഹത്തി, ഫസാഹത്ത് കൊണ്ടും. വൽ ഹിക്മത്ത്, ഹിക്മത്ത് കൊണ്ടും. ഫസാഹത്ത് എന്നാൽ വാക്ചാതുരി, നല്ല ഭാഷ കൊണ്ടും. അതേപോലെ ഹിക്മത്ത്, തത്വചിന്ത കൊണ്ടൊക്കെ പ്രശസ്തനാണ് അദ്ദേഹം. ഉസ്തുഷഹിദ, അദ്ദേഹം ഷഹീദായി, രക്തസാക്ഷിത്വം വരിച്ചു. ഫി 21 റമളാന 40 ഹിജ്രിയ, ഹിജ്റ 40-ൽ റമളാൻ 21-ാം തീയതി അദ്ദേഹം കൊല്ലപ്പെട്ടു, ഷഹീദായി. ഇനി നുൻഷിദുൽ മൻലൂമായി, കവിത ചൊല്ലി നോക്കാം. വനഖ്താറു മിൻഹു മകാരിമൽ അഖ്ലാഖ്, എന്നിട്ട് സൽസ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി ഇവിടെ എഴുതാം. 8 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലെഴുതുക. ഒന്നാമത്തതിൽ ഹെൽമ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 10 എണ്ണി പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതൊക്കെ എഴുതിയാൽ മതി. ഹെൽമ്, ജൂദ്, ഉർഫ്, സ്വബർ, ശുക്ർ, ലീന്, പിന്നെ
അഖല്, ദീന്, അതൊക്കെ സൽസ്വഭാവത്തിൽ പെടുത്താം. അത് മുഴുവൻ ഇവിടെ എഴുതുക. ഇനി മഫ്ഹൂം അൽ മൻലൂം, ഈ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിൻ ഫളാഇലിൽ അഖ്ലാഖി, ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അൽ ഹിൽമു, വിവേകം, വൽ ജൂദു, ഔദാര്യം, വൽ മഅറൂഫു, നന്മ, വൽ ബിർറു, നന്മ, വസ്സബ്റു, ക്ഷമ, വശുക്രു, നന്ദി, വല്ലീനു, ലാളിത്യം, വഗൈറുഹ, അതേപോലുള്ള മറ്റ് സ്വഭാവ ഗുണങ്ങളും. വസാഹിബു ഹുസ്നിൽ ഖുലുഖി, സൽ സ്വഭാവത്തിനുടമ, ലാ യുത്തിഉ ഹവൻ നഫ്സി, മനസ്സിന്റെ ഇച്ഛകളെ അനുസരിക്കുകയില്ല, മനസ്സിന്റെ ആഗ്രഹങ്ങളെ അനുസരിക്കുകയില്ല, മനസ്സ് പറയുന്ന എല്ലാ തെറ്റുകളും ചെയ്യാൻ കൂട്ടാക്കുകയില്ല. വയഅരിഫു, അവനറിയാം, സ്വദീഖഹു, തൻ്റെ കൂട്ടുകാരനെ, വഅദുവഹു, ശത്രുവിനെയും, ബിൻ നളരി ഇല ഐനിൻ, ബിൻ നളരി ഇല ഐനി മൻ യുഖാതിബുഹു, തന്നോട് സംസാരിക്കുന്നവന്റെ കണ്ണിൽ നോക്കിയാൽ, വയതകല്ലമു മഅഹു, തന്നോട് സംസാരിക്കുന്നവന്റെ കണ്ണിൽ നോക്കിയാൽ അവൻ ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയാൻ പറ്റും. നുൻഷിദുൽ മൻലൂമ ബി അൽഹാനിൻ മുതനവ്യ, ഈ കവിത വിവിധ രീതികളിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ. ഇതോടെ നമ്മുടെ 6ാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളും കഴിഞ്ഞു.